ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാലാവസ്ഥാ മാറ്റവും പേമാരിയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഓരോ വ്യക്തിയുടെയും ഉറക്കം കെടുത്തുന്ന കാലമാണ്. വാർത്തകളിലാകട്ടെ ഒട്ടും കേട്ടുപരിചയമില്ലാത്ത പല അവസ്ഥകളും പല വാക്കുകളും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഇരട്ട ചക്രവാത ചുഴി തുടങ്ങിയവയാണ് അതിൽ ഏറ്റവും പുതിയത്. ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഇരട്ട ചക്രവാത ചുഴി സജീവമാണ്. അതായത് തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി 5.8 കിലോമീറ്റർ മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയും ഇതിനൊപ്പം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും സമീപ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലായി 4.5 കിലോമീറ്റർ ഉയരത്തിലുള്ള മറ്റൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടതാണ് മഴ കനക്കാൻ കാരണമായത്. ഇതിന്റെ ഫലമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 5 മുതൽ 8 വരെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരും. കൂടാതെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ ഇരട്ട ചക്രവാത ചുഴി എന്നാൽ? അതായത് അന്തരീക്ഷത്തിൽ രണ്ടോ അതിലധികമോ ചക്രവാത ചുഴികൾ ഒരേ സമയത്ത് അടുത്തടുത്തായി രൂപപ്പെടുന്ന പ്രതിഭാസമാണ് ഇരട്ട ചക്രവാത ചുഴി എന്ന് പറയുന്നത്. സാധാരണയായി ഇവ രൂപപ്പെടാറുള്ളത് വടക്കൻ അർദ്ധഗോളത്തിലും തെക്കൻ അർദ്ധഗോളത്തിലുമായിരിക്കും. ഇരട്ട ചക്രവാത ചുഴികളുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്നാൽ, വടക്കൻ അർദ്ധഗോളത്തിലെ ചുഴി ആന്റി ക്ലോക്ക് വൈസായും തെക്കൻ അർദ്ധഗോളത്തിലേക്ക് ക്ലോക്ക് വൈസായും കറങ്ങുന്നു എന്നതാണ്. കൂടാതെ ഇതിനുള്ള പ്രധാന കാരണം അന്തരീക്ഷത്തിലെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ശക്തമായ മേഘരൂപീകരണവുമാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ ഇരട്ട ചക്രവാത ചുഴി രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും കനത്ത മഴയ്ക്കും കാരണമാകും. കൂടാതെ അതിനനുകൂല സാഹചര്യങ്ങളിൽ ഇവ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റുകളായി മാറാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ ചക്രവാത ചുഴിയെന്ന്? യഥാർത്ഥത്തിൽ എന്താണ് ചക്രവാത ചുഴിയെന്നാൽ, ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനു മുൻപുള്ള കാറ്റിന്റെ കറക്കം. ശരിക്കും ന്യൂനമർദ്ദം കാറ്റിന്റെ കറക്കം തന്നെയാണ്. ചക്രവാത ചുഴി എന്നാൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ്. ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിലുള്ള കാറ്റു കറങ്ങുന്ന രീതിയാണ്. അതായത് ഈ സമയത്ത് വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഈ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലുമായിരിക്കും. ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും കാണപ്പെടുക. അർദ്ധഗോളത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നതിന് കാരണം ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ്. പിന്നീട് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറുന്നത്. എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകില്ല. മറിച്ച് ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ അത് തീവ്ര ന്യൂനമർദ്ദമാകും. അങ്ങനെ തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും. ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ചക്രവാത ചുഴി മഴ നൽകുന്നില്ല. കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി, ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല, വ്യാപ്തി, മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവയെ അനുസരിച്ചാണ് മഴ പെയ്യുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.